ജോസഫ് അലക്സും ഇന്ദുചൂടനും. ഷാജി കൈലാൻ സംവിധാനം ചെയ്യുന്ന മമ്മൂട്ടി മോഹൻലാൽ ചിത്രത്തെ പറ്റിയുള്ള ചർച്ചകളും വർത്തമാനവുമാണ് മലയാള സിനിമയിൽ ആകെ ഇപ്പോൾ പ്രചരിക്കുന്നത്. ചിത്രത്തിന്റെ തിരക്കഥയ്ക്കായി രഞ്ജിത്തും രഞ്ജി പണിക്കരും കൈകോർക്കുന്നുവെന്നാണ് ആദ്യം ഈ ചിത്രവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിശേഷം. മമ്മൂട്ടിയെയും മോഹൻലാലിനെയും ഒന്നിപ്പിച്ചുകൊണ്ടുള്ള ചിത്രത്തിനായുള്ള ചർച്ചകൾ കൊച്ചി കേന്ദ്രീകരിച്ച് നടന്നിരുന്നു എന്നത് ഈ താരങ്ങളുമായുള്ള അടുത്ത വൃത്തങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു. നരസിംഹം എന്ന വിജയ് ചിത്രവുമായി ബന്ധപ്പെട്ടൊരു പുതിയ ചിത്രമെന്നാണ് ആദ്യഘട്ടത്തിൽ ഇതേപറ്റി അറിയാൻ കഴിഞ്ഞിരുന്നത്. ചിത്രത്തിലെ മമ്മൂട്ടിയുടെ അതിഥി വേഷത്തെ വികസിപ്പിക്കാനാണ് സംവിധായകനും എഴുത്തുകാരും തീരുമാനിച്ചിരുന്നത്. നന്ദഗോപാൽ മാരാർ എന്ന മിടുക്കൻ വക്കീൽ ഇന്ദുചൂടനുമായുള്ള വ്യക്തിബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ സൗജന്യമായി കേസ് വാദിച്ച് വിജയിക്കുന്നതാണ് നരസിംഹത്തിൽ കാണിച്ചിരുന്നത്. ഇരുവരും തമ്മിലുള്ള വ്യക്തിബന്ധത്തിന്റെ ചിത്രീകരണവും തുടർന്നുണ്ടാവുന്ന സംഭവങ്ങളും കൂട്ടിച്ചേർത്ത് പുതിയൊരു ചിത്രമെന്നായിരുന്നു ആദ്യത്തെ ആശയം. എന്നാൽ ഇപ്പോഴറിയുന്നത് കിങ് എന്ന ചിത്രത്തിൽ മമ്മൂട്ടി അവതരിപ്പിച്ച ജോസഫ് അലക്സ് എന്ന കഥാപാത്രം വീണ്ടും മടങ്ങിയെത്തുന്നു എന്നതാണ്. മമ്മൂട്ടിയുടെ എക്കാലത്തെയും മാൻലിയായ ജോസഫ് അലക്സ് എന്ന കഥാപാത്രം കിങ് ആൻഡ് കമ്മീഷണറിലൂടെ ഒരിക്കൽ മടങ്ങിയെത്തിയിരുന്നു. ഇപ്പോൾ വീണ്ടും ഈ കഥാപാത്രത്തെ പുനരവതരിപ്പിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. മമ്മൂട്ടിയുടെ ജോസഫ് അലക്സ് മടങ്ങിയെത്തുമ്പോൾ കൂട്ടിന് ലാലിന്റെ ഇന്ദുചൂടനും ഉണ്ടാകും. പ്ലോട്ടിന്റെ കാര്യത്തിൽ തീരുമാനമായി കഴിഞ്ഞു എന്നാണ് ഏറ്റവും പുതിയ വാർത്ത. എന്തായാലും ആരാധകർക്ക് ആഘോഷമാക്കാൻ തക്കവിധമുള്ള ചിത്രമൊരുക്കാനാണ് അണിയറയിൽ ശ്രമം പുരോഗമിക്കുന്നത്. അടുത്ത വർഷം ആദ്യം തന്നെ ലാൽ മമ്മൂട്ടി ചിത്രം ആരംഭിക്കുന്നുവെന്നറിയുന്നു. ഓരോ പ്രധാന വാർത്തയും ഇന്ത്യ ക്ലിക്സിലൂടെ അറിയാൻ ഞങ്ങളുടെ ഫേസ്ബുക്കിലും ട്വിറ്ററിലും അംഗമാകും.